ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് റേറ്റും അതോടൊപ്പം സൈസും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്ലാന്റ് ഓർഡർ ചെയ്യുക. വാട്സപ്പ് വഴിയാണ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യേണ്ടത്. നമ്മൾ DTDC വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് ഡെയ്സിയാണ്. ഡെയ്സിയുടെ 2 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ഈ ഒരു കളറാണ്. നല്ല ഭംഗിയാണ് ഡെയ്സി പൂക്കൾ കാണാനായിട്ട്. ഇതുപോലെ കൊലയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഡെയ്സി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഡെയ്സിയുടെ തന്നെ വൈറ്റ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇത് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ പ്ലാന്റ്സിലും നിറയെ മുട്ടുകളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുട്ടുകളായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുക. ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. നിറയെ മുട്ടുകളാണ് പ്ലാന്റ്സിലെല്ലാം. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. ആവശ്യമുള്ളൊരു വേഗം തന്നെ അറിയിക്കുക. വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അടുത്ത പ്ലാന്റ് വരുന്നത് മണിമുല്ലയാണ്. മണിമുല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ്. നിറയെ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല. അപ്പോൾ ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഈ അടുത്ത ഒരു സീസണിൽ തന്നെ നിറയെ പൂക്കൾ തരും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ മണിമുല്ലയുടെ റേറ്റ് വരിക 50 രൂപയാണ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ചന്ദനത്തിൻ്റെ തൈകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ് വിങ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തീർന്നു പോവാറുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബാംബു ഓർക്കിഡാണ്. കുറേ നാളുകളായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് എത്തുന്നതേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പൂക്കൾ തന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കുറഞ്ഞത് ഒരു പൂവെങ്കിലും എപ്പോഴും പ്ലാന്റിലുണ്ടാവും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കുറ്റിപ്പിച്ചയാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. മുട്ടുകൾ ഒരു പിങ്ക് നിറത്തിലായിരിക്കും. പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളായിരിക്കും. കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇതുപോലെ നിറയെ പൂക്കൾ തരും. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളായിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മെക്സിക്കൻ പെറ്റൂണിയയുടെ 2 കളേഴ്സാണ്. ആദ്യത്തേത് ഈ ഒരു വൈറ്റ് കളറാണ്. രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു പിങ്ക് കളറാണ്. ഡ്വാർഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് അല്ല. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ ലൂട്ടിയ ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ ഡ്വാർഫ് വെറൈറ്റി നമുക്ക് സെയിലിനുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മുന്തിരിപ്പേരയുടെ തൈകളാണ്. ഇതാണ് കായ്കൾ വരിക. വളരെ ചെറിയ ചെറിയ കായ്കളാണ്. അപ്പോൾ ഇതിൻ്റെ എയർ ലെയർ ചെയ്ത പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അയക്കുക. 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നീലയമരിയുടെ തൈകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു വയലറ്റ് കളറ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ നിറയെ പൂക്കൾ തരും. ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോലും നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ സെയിലിനുള്ള പ്ലാന്റ്സിലൊക്കെ ചിലതിൽ പൂക്കൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക നാടൻ പെറ്റൂണിയയുടെ തൈകളാണ്. ഈ ഒരു കളറ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ അതല്ലാതെ ചട്ടിയിലോ ഒക്കെ നട്ട് വളർത്താൻ പറ്റും. നിറയെ പൂക്കൾ തരും. നല്ല സൺലൈറ്റ് കിട്ടണമെന്ന് മാത്രം നിറയെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് സെയിലിനുള്ളത്.
ഈ ഒരു സൈസ് തൈകളാണ്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് പാസിഫ്ലോറ പ്ലാന്റ് ആണ്. പാസിഫ്ലോറയുടെ റെഡ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ആയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. ഇതാണ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റിൻ്റെ പൂക്കൾ. എപ്പോഴും തണ്ടിനറ്റത്തായിട്ട് ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് ദിവസങ്ങളോളം ഈ ഒരു പൂക്കൾ നിൽക്കും. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രേഞ്ചിയ. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. വലിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് കാഷ്യൂറീന പ്ലാന്റ് ആണ്. നോർമൽ കാഷ്യൂറീന പ്ലാന്റ് ആണിത്. ഇതുപോലെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയൊക്കെ നമ്മൾ മുൻപ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനുണ്ട്. ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ കാഷ്യൂറീനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സിൽവർ ലേസ് ഫേൺ ആണ്. നല്ലൊരു ഫേൺ വെറൈറ്റിയാണ്. ഇതുപോലെ വൈറ്റ് കളറും ഗ്രീൻ കളറും കൂടെ ഒക്കെ ചേർന്ന് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സിൽവർ ലേസ് ഫേൺ. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ക്രീപ്പർ റോസ്, റെഡ് ക്രീപ്പർ റോസിൻ്റെ തൈകളാണ്. തൈകളെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിന് എത്തിയിട്ടുള്ളത്. ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ഈ ഒരു പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ജെർബറ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളേഴ്സാണ് നമുക്ക് സെയിലിനുള്ളത്. ആദ്യത്തേത് ഈ ഒരു റെഡ് കളറ്. അടുത്ത കളർ വരുന്നത് ഓറഞ്ച് കളറാണ്. എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ഭംഗിയുള്ള കളേഴ്സാണ്. അടുത്തത് ഈ ഒരു ഡാർക്ക് പിങ്ക് വരുന്ന കളറാണ്. ലൈറ്റ് പിങ്ക് നമുക്ക് സെയിലിനുണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. അടുത്തത് ഈ ഒരു വൈറ്റ് കളറ്. അപ്പോൾ 5 കളേഴ്സാണ് നമുക്ക് സെയിലിനുള്ളത്. ലാസ്റ്റത്തെ കളറാണ് യെല്ലോ കളർ. ഈ 5 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനുണ്ട്. റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ സെയിലിനായിട്ട് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ കാണിച്ച പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.